മനുഷ്യൻ ഇന്ന് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടുവിനുവേദന എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഒരു സർജറിയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ ഒരു സർജറിക്ക് കാരണമാകുന്ന നടുവിനുവേദന എന്ന് പറയുന്നതെല്ലാം ശരിക്കും സയാറ്റിക്ക തന്നെയാണ്. നട്ടെല്ലിന്റെ കശേരികൾക്കിടയിലൂടെ പുറത്തേക്ക് കടന്നു വരുന്ന സയാറ്റിക് നെർവ് റൂട്ടിനെ ഡിസ്ക് പ്രൊലാപ്സ് ചെയ്തോ അല്ലെങ്കിൽ അവിടെ നിന്നും താഴേക്ക് കടന്നു വരുന്ന ഞരമ്പുകൾ പൈറിഫോമിസ് മസിൽ എന്ന് പറയുന്ന മസിലിനിടയിലോ കംപ്രസ്ഡ് ആകുമ്പോൾ ആ സയാറ്റിക് നെർവ് ഏതൊക്കെ ഭാഗത്തേക്കാണോ സപ്ലൈ ചെയ്യുന്നത് അവിടത്തേക്കെല്ലാം കടുത്ത വേദനയും പുകച്ചിലും എരിച്ചിലും സെൻസേഷൻ ഓൾട്ടർ ചെയ്യുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സയാറ്റിക്ക എന്ന് പറയുന്നത്. നട്ടെല്ലിന്റെ കശേരിക്കളെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന മാംസപേശികളുടെ അമിത മുറുക്കം, ഈ അമിത മുറുക്കം മൂലം ഉറപ്പായിട്ടും ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് സ്പേസിൽ ഒരു പ്രഷർ വർദ്ധിക്കാനിടയുണ്ട്. അതുമൂലം ഡിസ്ക് ബൾജ് ചെയ്യാനും ഇടയുണ്ട്. നമ്മളുടെ മനസ്സ് ചിന്തിക്കുന്നതിനനുസരിച്ച് മസിൽസ് കൃത്യമായി പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉളുക്കി പിടിക്കാനും കൊളുത്തി പിടിക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യത ഉണ്ടാവും. അതും ഇത്തരത്തിലുള്ള ഡിസ്ക് പ്രൊലാപ്സിനും ഒക്കെ കാരണമാണ്. അതുകൊണ്ട് തന്നെ ഈ വീക്ക്നെസ്സും സ്റ്റിഫ്നെസ്സുമാണ് നടുവിനുവേദനയുടെ അടിസ്ഥാന കാരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ബേസിക്കലി നടുവിനുവേദന ഉണ്ടാക്കുന്നത്? അവനവൻ്റെ ജീവിതശൈലി തന്നെയാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ നടുവിനുവേദനയെ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ജീവിതശൈലി രോഗമായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നടുവിനുവേദനയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാന ഘടകങ്ങൾ ഒന്ന് ജീവിതശൈലിയും മാനസിക സമ്മർദ്ദവുമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് കുത്തിയിരിക്കുന്നു, അവിടെ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നു. നട്ടെല്ലിന് മൂവ്മെന്റ്സ് കുറവാണ്. നട്ടെല്ലിന് മൂവ്മെന്റ്സ് കുറവായതുകൊണ്ട് തന്നെ എക്സസൈസുകളും കുറവായതുകൊണ്ട് തന്നെ ഇത് നട്ടെല്ലിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന മാംസപേശികളുടെ ബലക്കുറവിനും സ്റ്റിഫ്നെസ്സിനും ഒക്കെ കാരണമാകും. ഇത് തന്നെയാണ് മിക്കവാറുമുള്ള എല്ലാ നടുവിനുവേദനയുടെയും അടിസ്ഥാന കാരണം.